എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ച പാർട്ടിയാണിത്. പാർട്ടിയുമായി തുടർച്ചയായി കലഹിച്ച വി എസിന് വേണ്ടി തെരുവിലിറങ്ങിയ ജനക്കൂട്ടത്തിന് ആ പാർട്ടിയെ തിരുത്താനായില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധതയുടെ തൂവൽ ആ ചരിത്ര പുരുഷന്റെ തലയിലും ചാർത്തപ്പെടുമായിരുന്നു. ഐഷ പോറ്റി, പി കെ ശശി, എസ് രാജേന്ദ്രൻ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം CPIM-ൽ നിന്നും കലഹിച്ചിറങ്ങിയ നേതാക്കളുടെ പട്ടികയിൽ ജി സുധാകരൻ വരെ ഇനി അങ്ങോട്ട് എത്ര പേരുകൾ വന്നാലും എല്ലാം നേടി പദവി കിട്ടാതെ വന്നപ്പോൾ പാർട്ടിയെ വഞ്ചിച്ചവരെന്ന ഒരൊറ്റ ക്യാപ്സ്യൂൾ. പക്ഷേ KV തോമസ് മുതൽ കേരള കോൺഗ്രസ് M വരെ മറുവശത്ത് പട്ടിക എത്ര നീണ്ടാലും അതൊരു പ്രത്യേകതരം ജനാധിപത്യ പോരാട്ടം. ആലപ്പുഴ പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന ഏക അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയാണ്. പക്ഷേ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ ക്ഷണക്കത്ത് പോലുമില്ല. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ അട്ടിപ്പേർ അവകാശം ചിലർക്ക് മാത്രമോ എന്ന് അദ്ദേഹം കടത്തി ചോദിക്കാത്തത് ഭാഗ്യം. സ്ഥാനമാനങ്ങൾ ചോദിച്ചതിനല്ല, പരിഗണന ചോദിച്ചതിന്റെ പേരിലാണ് 63 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ ഇന്നലത്തെ മഴയത്ത് കുരുത്ത സൈബർ പോരാളികളുടെ ട്രോൾ മെറ്റീരിയലായി മാറുന്നത്. പാർട്ടി അവഹേളിച്ചുവെന്ന് ചിന്തിക്കുകയല്ല EP ജയരാജൻ സഖാവെ, പാർട്ടി അവഗണിക്കുന്നുവെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആവർത്തിച്ചു പറഞ്ഞു പലതവണ. താങ്കൾ ഉൾപ്പെടെ ആരും അത് കേട്ടില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണത്? ജി സുധാകരൻ മാത്രമോ? സുരേഷ് കുറുപ്പ്, N സുകന്യ, KK ശൈലജ വരെ ആ പട്ടിക എത്ര നീണ്ടാലും കേൾക്കില്ല നിങ്ങളാരും. KK ശൈലജയിലൂടെ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്ന് നാട് ആഗ്രഹിക്കുന്നിടത്ത് ശൈലജയെ നിയമസഭയിൽ പോലും എത്തിക്കാതിരിക്കാനുള്ള കുബുദ്ധിക്കെതിരെ ഒരു നേർത്ത ശബ്ദം പോലും ഉയരാത്തത്, മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ചാർത്തി കിട്ടുന്ന പാർട്ടി വിരുദ്ധതയുടെ പട്ടം, സൈബറിടത്തിലെ കേട്ടാലർക്കുന്ന ഭാഷയിലെ അവഹേളനം, ഇതൊക്കെ പേടിച്ചിട്ടാകണം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് PA പ്രിജി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് VR അനൂപ്, കോൺഗ്രസിൽ നിന്നും CR നീലകണ്ഠൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് പ്രിജിയിലേക്കാണ് പോകുന്നത്. ശ്രീ പ്രിജി, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സീറ്റ് നിഷേധിച്ചാൽ പുറത്തു പോകാനുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമേ ജി സുധാകരനുള്ളൂ എന്ന് ഞാൻ കരുതുന്നില്ല. പരിഗണന ലഭിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരാതി. ഇന്നിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സുധാകരനുമായി സംസാരിക്കുന്ന R നാസർ മുതൽ സുധാകരനെ സാർ എന്ന് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം ആരെങ്കിലും അംഗത്വം പുതുക്കാത്തത് എന്ത് എന്നൊരു ചോദ്യമെങ്കിലും മുൻപ് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് ഇങ്ങനെ തൃശങ്കുവിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. ജി സുധാകര സഖാവിനെ പോലെ പരിണിതപ്രജ്ഞനായ, പാർട്ടിയുടെ ചരിത്രമറിയാവുന്ന, പാർട്ടിയുടെ മർമ്മമറിയാവുന്ന, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സീനിയറായിട്ടുള്ള ഒരു നേതാവിനോട് പാർട്ടി അവഗണന കാണിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു സാഹചര്യം തീർച്ചയായും CPM സൃഷ്ടിക്കരുതായിരുന്നു എന്നാണ് എന്റെയും അഭിപ്രായം. അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഒഴിവാക്കുന്ന ഒരു നയം CPM സ്വീകരിക്കുമ്പോൾ ആ നയത്തിനോട് ചേർത്ത് വെച്ച് തന്നെ അത്തരത്തിലുള്ള ആളുകളെ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നുള്ള ഒരു നയരേഖ കൂടി CPM സൃഷ്ടിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇത് കേരളത്തിലെ എമ്പാടുമുള്ള CPM-ന് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ കൊല്ലത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഇതുപോലെ സീനിയർ ആയിട്ടുള്ള സഖാവ് PK ഗുരുദാസിന് വേണ്ട പരിഗണനകൾ കൊടുക്കുകയും ഈ തരത്തിലുള്ള യാതൊരു അലോസരവും ഉണ്ടാകാതെ കൊണ്ടുപോകാനും കൊല്ലത്തെ പാർട്ടിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ ആകമാനം ഇങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുന്ന, പാർട്ടിക്ക് വേണ്ടി പൊതു ഇടങ്ങളിൽ പറയുന്ന എത്രയോ ആളുകളെ പരിഹസിക്കുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെ കേരളത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ CPM ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോ നിങ്ങൾ എന്നെ എഴുതി കാണിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ്, അല്ലെങ്കിൽ ഇടതു സഹയാത്രികൻ എന്നാണ് നിങ്ങൾ എന്നെ എഴുതി കാണിക്കുന്നത്. ഈ പേര് യഥാർത്ഥത്തിൽ എനിക്ക് മാധ്യമങ്ങൾ ചാർത്തി തന്നതാണ്. നോക്കൂ, ഒരു ഇടതു സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാൾ BJPയിൽ പോയപ്പോ ഈ തരത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള പ്രതിരോധ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയാനായി ഈ ഇടതു സഹയാത്രികൻ എന്ന് പറയുന്ന മുൾക്കിരീടം എടുത്തുകൊണ്ട് വന്ന ആളുകളെ പോലും DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വസീഫ് അടക്കം ആക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള സംസാരങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്കുള്ള സംസാരങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടവരല്ല ഇവർ. പാർട്ടിയെ സ്നേഹിക്കുന്നവർ അങ്ങ് വീട്ടിലിരുന്നാൽ മതി,
പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയേണ്ട, പാർട്ടിയുടെ ഫോറങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക്, നയത്തിലേക്ക് പാർട്ടിയിലെ പുതിയ കാല സഖാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളതിന്റെ രക്തസാക്ഷിയാണ് സഖാവ് ജി സുധാകരൻ എന്ന് ഞാൻ പറയും. പാർട്ടി തീർച്ചയായും അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ അദ്ദേഹത്തിന് മതിയായ പ്രാതിനിധ്യവും പരിഗണനയും കൊടുത്തുകൊണ്ട് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പോലും തന്റേതായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള സഖാവ് ജി സുധാകരനെ ഈ തരത്തിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കരുതായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ സഖാവ് എം എ ബേബിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഒന്ന് വിളിച്ച് എന്താ സുധാകര സഖാവിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കാവുന്ന ഉൾപാർട്ടി സമരം മാത്രമാണ് സഖാവ് ജി സുധാകരൻ. ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് അങ്ങനെ സമാധാനിപ്പിക്കാവുന്ന, അങ്ങനെ അവസാനിപ്പിക്കാവുന്ന ഒന്നായിരുന്നെങ്കിൽ ആദ്യമായിട്ടല്ലല്ലോ സുധാകരൻ ഇത്തരത്തിലൊരു പരാതിയൊക്കെ അത് പൊതുമധ്യത്തിൽ പോലും മാധ്യമങ്ങളോടക്കം അദ്ദേഹം പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം അത് CPIM-ന് സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയല്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആർ നാസറൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ദിവസം ഇന്ന് വൈകുന്നേരം വരെ എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടിയല്ലേ? ഈ പ്രതികരിക്കുമ്പോൾ മാത്രമാണോ അനുനയം? അല്ല, ഇന്ന് വൈകുന്നേരം വരെ സാധിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. നാളെയും മറ്റന്നാളും ഒക്കെ കിടക്കുകയല്ലേ. അതാണ് ജി സുധാകരൻ. ജി സുധാകരൻ കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ തരത്തിലുള്ള എന്തെല്ലാം പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ജി സുധാകരൻ പിന്നെ ചെയ്തിട്ടുള്ളത് എന്താ? ജി സുധാകരൻ അങ്ങനെ ഈ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന നിലയിൽ, ഈ പാർട്ടിയിൽ നിന്ന് പോകുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പാർട്ടി പലപ്പോഴും എടുത്തിട്ടുള്ള ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശോഭന ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ വലിയ കമ്മ്യൂണിസ്റ്റായി വന്നു. ആറ്റുകാലിൽ പോയി പൊങ്കാലയിട്ടിട്ട് പറയുന്നു, എന്റെ പ്രിയ സഹോദരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വലിയ അഭിനവ കമ്മ്യൂണിസ്റ്റായി ആറ്റുകാലിൽ പൊങ്കാല ഇടുകയാണെന്ന് പറഞ്ഞ ശോഭന ജോർജിനെ കുറിച്ച് ആ ജില്ലയിൽ നിന്നുള്ള ജി സുധാകരൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വിഷയം വളരെ കൃത്യമായി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് CPM-ന്റെ നേതാക്കന്മാർക്ക് അറിയാം. ഒന്ന് ചോദിച്ചാൽ എന്താ സുധാകര സഖാവിന്റെ വിഷമം എന്ന് ചോദിച്ചാൽ അവസാനിക്കാവുന്ന വിഷയമേ ഉള്ളൂ. അത്രയും വിഷമമേ ഉള്ളൂ. ഇതൊക്കെ നടക്കുന്നത് പൊതുമധ്യത്തിലാണല്ലോ ശ്രീ പ്രിജി. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്താണ് സഖാവെ പ്രശ്നം എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് ഈ നിലയിലേക്ക് പൊതുമധ്യത്തിലേക്ക് വലിച്ചിടാതെയും ആകാമായിരുന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതാണോ അതോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നേ ഇല്ല എന്നതാണോ വിലയിരുത്തൽ? അല്ല, ഞാൻ അതാണ് എന്റെ ചർച്ചയുടെ തുടക്കത്തിൽ, അതെന്റെ തികച്ചും എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് ജി സുധാകര സഖാവ് മാത്രം നേരിടുന്ന വിഷയമല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ വർത്തമാനം പറയുന്ന ചാനലുകളിൽ വരുന്ന ആളുകൾ അവഗണിക്കപ്പെടുന്നില്ലേ? അങ്ങനെ അവഗണിക്കപ്പെടുന്നതിന്റെയും കളിയാക്കപ്പെടുന്നതിന്റെയും ഭാഗമായി എത്രയോ പേർ ഈ പാർട്ടി വിട്ടുപോയി. ഈ പാർട്ടി കാണുന്നില്ലല്ലോ. അപ്പോ ചോദിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ അവരുണ്ടോ എന്നാണ്. ഞാനിപ്പോഴും ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പിലുള്ള ഒരാളാണ്. അങ്ങനെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇരുന്നു കൊണ്ട് വന്ന് ഇടത് സഹയാത്രികനായി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇടതു സഹയാത്രികൻ എന്നുള്ള പേര് അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് പോലും കളിയാക്കപ്പെടുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അതിനുവേണ്ടി വന്നിരുന്ന് വർത്തമാനം പറയുന്ന ആളാണ് ഞാനെങ്കിൽ എന്നെ പോലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, എന്നെ പോലെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും മനസ്സ് തകരാതെ ഇതുപോലെ പിന്നോക്കം പോകാതെ സഖാവ് ജി സുധാകരനെ പോലെ ഇങ്ങനെ പയ്യാരം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടതുപക്ഷമായി തുടരുകയാണ്. അത് വരും കാലങ്ങളിലെങ്കിലും CPM തിരുത്തണം. ഈ തരത്തിലുള്ള അവഗണനകൾ അത് ഈ തരത്തിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള ജി സുധാകരൻ തൊട്ട് ഇങ്ങേ അറ്റം എന്നെ പോലെയുള്ള സഖാക്കളെ വരെ ആ തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്കാരം എന്തുകൊണ്ടോ അഭിനവ വസീഫുമാർക്കുണ്ട് കേരളത്തിൽ. അങ്ങനെയുള്ള അഭിനവ വസീഫുമാർ നല്ല പാഠം പഠിച്ച് നല്ല കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള പ്രവൃത്തി
ചെയ്യുന്നതിനുള്ളൊരു തുടക്കമാകണം തീർച്ചയായും സഖാവ് ജി സുധാകരന്റെ ഈ വാക്കുകൾ എന്നാണ് ഒരു ഇടതു നിരീക്ഷകൻ എന്ന് നിങ്ങൾ പേരിട്ട ഒരു അഭിഭാഷകനായി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, നേതാക്കൾ ആരും ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചു കണ്ടില്ല. മാധ്യമങ്ങൾ മൈക്കുമായി ചെല്ലുന്നുണ്ടെങ്കിലും പ്രതികരിക്കാതെ പോകുകയാണ്. ആകെ EP ജയരാജൻ മാത്രമാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴും EP പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. EP-ക്ക് പറയാനുള്ളത് സുധാകരൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ പക്വതയെക്കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കും എന്ന് പോലും ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജി സുധാകരനെ ഇനിയും മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ ഒരു പരിഹാസ ചിരിച്ചിരിക്കുന്ന MV ഗോവിന്ദന്റെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. സാധാരണ നിലയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPIM-നെ വിമർശിച്ചാൽ ഇതാ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു പദവിയും ഇല്ലാതാകുമ്പോൾ പാർട്ടിയെ കുറ്റം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവർ എന്നൊരു പൊതു പ്രതീതിയുണ്ട്. ആ പട്ടികയിലേക്കാണോ ജി സുധാകരനും പോകുന്നത്? അതിൽ ഇത് കുറച്ച് വ്യത്യാസപ്പെടുത്തി പറയേണ്ടതുണ്ട്. പരിഹരിക്കാം, പറഞ്ഞു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, ഈ പാർട്ടി ഒരു കാലത്ത് പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയായി ആരംഭിച്ചു. അത് കഴിഞ്ഞതൊരു പാർലമെൻ്ററി പാർട്ടിയായി, അതും കഴിഞ്ഞതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി, ഇപ്പം അതും കഴിഞ്ഞ് തീർത്തും ആശയപരമായ ഒരു വലതുപക്ഷ പാർട്ടിയായി അത് എത്തി നിൽക്കുന്നു. അത് അതിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അതിലെ ആളുകളെ കൂടെ നിർത്താൻ, മുമ്പ് ഇപ്പോൾ ഒരു സംഘടിത കാഡർ പാർട്ടി എന്ന അർത്ഥത്തിലൊക്കെ ആണെങ്കിൽ ആളുകളെ കൂടെ നിർത്താൻ ഒരു വിഷമവുമില്ല. കാരണം പാർട്ടി ഇത് പറഞ്ഞു, പാർട്ടി നേതാവ് പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ് ശരി എന്ന് 100% വിശ്വസിക്കുന്ന അണികളും പാർട്ടി മെമ്പർമാർ മാത്രമല്ല, പണ്ടിട്ട് പാർട്ടി വിശ്വാസികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു. കാരണം അത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് അത് പോയതോടുകൂടി പാർട്ടി സംഘടന എന്ന അർത്ഥത്തിലാണ് ആളുകളെ കൂടെ നിർത്തുന്നത്. ഈ പാർട്ടിയിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായ എല്ലാ കാലത്തും അത് പരിഹരിക്കാൻ മുൻപോട്ട് വന്നിട്ടുള്ളത് അന്നത്തെ കാലത്തെ സംഘടന പാർട്ടി സെക്രട്ടേറിയറ്റാണ്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സഖാവ് N. ശ്രീധരൻ, പ്രിജിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ നല്ല ഇടപെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ ഏത് സംഘടനാ പ്രശ്നം വന്നാലും NS-ൻ്റെ അടുത്ത് പോയാൽ അത് പ്രശ്നം പരിഹരിക്കും. ഏറ്റവും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് സെക്രട്ടറി എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം നേരെ ചെന്ന് ഇത് ആദ്യത്തെ പരാതി കിട്ടുമ്പോൾ തന്നെ സുധാകര സഖാവിനെ വീട്ടിൽ പോയി കണ്ട് എന്താ സഖാവേ പ്രശ്നം എന്ന് ചോദിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ വസീഫ് ഉമാർ വായ അനക്കില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റിട്ട് വലിയ തോതിൽ ഇടത് സൈബറുകളുടെ വല്ലാത്ത പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ വിമർശിച്ചതും കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യം. അപ്പോൾ പ്രജിക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഘടനയ്ക്ക് ഒരു സെക്രട്ടറി ഇല്ല. ഒരു സെക്രട്ടറി ഇപ്പോൾ പേരിലുണ്ട്, സഖാവ് MV ഗോവിന്ദൻ. അദ്ദേഹം ഞാനിപ്പോഴും വിചാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയെ കൊണ്ടുപോകാനുള്ള യാതൊരു ശേഷിയുമില്ലാത്ത ഒരാളാണ്. ഒരു ശേഷിയുമില്ല. പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് ബേബി, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു റോളും ഇല്ല. അഖിലേന്ത്യാ കമ്മിറ്റി കൂടിയാലും കാര്യമില്ല. കേരളം മാത്രമാണ് അഖിലേന്ത്യ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സംഘടന എന്ന സാധനം പോവുകയും ഒരു വ്യക്തിയിലേക്ക്, ഒരു ചെറിയ വട്ടത്തിലേക്ക് പാർട്ടി മുഴുവൻ വരികയും ചെയ്യുന്നു. അതിപ്പോൾ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ നശിച്ച ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയിലേക്ക് കുറച്ച് ആളുകളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി നശിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ എന്താ പറയുക, പിന്നെ വരുന്ന ആളുകൾ ഈ പാർട്ടിയെ നന്നാക്കാൻ രണ്ടാമത് പാർട്ടി കെട്ടിപ്പടുക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുണ്ട്. അവരുടെ ഏറ്റവും പ്രധാന വിമർശനം ഈ നേതാവിനെതിരെയായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു, പിണറായി വിജയനും ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഞങ്ങൾ പറയുന്ന വിമർശനങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പറയേണ്ടി വരും, ഈ പാർട്ടിയെ നശിപ്പിച്ചത് ഇവരാണ് എന്ന്. അന്ന് ഞങ്ങൾ ഉയർത്തിയ വിമർശനമാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ VS-ൻ്റെ സെക്രട്ടറി ആയിരുന്ന A. സുരേഷ് എത്ര കാലം VS-ൻ്റെ നിഴലായി നടന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റും നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പാർട്ടിക്കൊപ്പം നിന്ന്, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുത്തറിയാം, ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ആ സുരേഷ്, അത് എത്ര നിരാശയോടുകൂടിയാണ്, എത്ര സഹതാപത്തോടു കൂടി. 11 കൊല്ലമായി സഖാവേ ഞാൻ ഇനി പറയാത്ത ആളുകളില്ല. ഞാൻ പറഞ്ഞേ, സുരേഷ് വലിയ ആളാണോ ചെറിയ ആളാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ട് അത് അദ്ദേഹത്തിനെ പോലെ ഒരാളെ പറ്റിയില്ല? ഇത് നിരവധി ആളുകൾ, ഒരാളുടെ ആളല്ല ഞാൻ പറഞ്ഞു, നിരവധി ആളുകൾ. പ്രജി പറഞ്ഞ് വളരെ ശരിയാണ്.
എങ്ങനെയാണ് ഒരു സംഘടന കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല. ഇപ്പം രാഷ്ട്രീയം പോട്ടെ, സംഘടനയെങ്കിലും കൊണ്ടുപോകണ്ടേ. പഴയ കാലമല്ല, എന്ത് പറഞ്ഞാലും പാർട്ടി അണികൾ വോട്ട് ചെയ്യൊന്നുമില്ല. പാർട്ടി അണികൾ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കില്ല. ഇപ്പോൾ മറ്റേ ശൈലജ ടീച്ചറുടെ വിഷയം വന്നു, മധുസൂദൻ്റെ വിഷയം വന്നു, കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടല്ലേ പാർട്ടിയിലെ കണക്കുകളുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ പാർട്ടി നേതൃത്വം കൊടുത്ത മറുപടി പരിഹാസ്യമായ മറുപടിയല്ലേ കെ രാഗേഷിനെ പോലുള്ളവർ കൊടുത്തത്. പൊതുജനം ബഹുജനം എന്നൊക്കെ പറഞ്ഞ ആളുകളെയും കൺഫ്യൂസ് ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശിന് ജനങ്ങളോട് പറയണ്ടേ, പിന്നെന്ത് പൊതുജനം, എന്ത് ബഹുജനം. പിന്നെ ഈ ഗോവിന്ദ മാഷക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ, ഗോവിന്ദ മാഷ് പറഞ്ഞാൽ തമാശ ആയിട്ടാണ് ആളുകൾ എടുക്കുകയുള്ളൂ ഒന്നുകിൽ, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. രണ്ടുമുണ്ട്. അവിടെയാണ് പാർട്ടി സംഘടന എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയുന്ന പാർട്ടി സംഘടനാ സെക്രട്ടറി ഇല്ല. സംഘടനാ സെക്രട്ടറി ഉണ്ടാവണമെങ്കിൽ സംഘടന ഉണ്ടാവണം. സംഘടന ഉണ്ടാവണമെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത പാർട്ടി വേണം. വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി വന്നാൽ അവിടെ സംഘടന ഉണ്ടാവില്ല, ഇത്തരം അസ്വരസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ജി സുധാകരനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ നേരത്തെ പ്രിജിയും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജി സുധാകരൻ കഴിഞ്ഞ ഘട്ടത്തിൽ SFIയിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഗുരുനാഥൻ പോലെയായിരുന്നു SFIയിൽ. ഒരഴിമതി ഇല്ലാത്ത ആളാണ്. ഇപ്പം ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശൈലജ ടീച്ചർ, ആ വാർത്ത വന്നല്ലോ. ശൈലജ ടീച്ചർ പേരാവൂര്, എനിക്ക് സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം പേരാവൂര് ജയിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാൽ മട്ടന്നൂരോ തളിപ്പറമ്പോ കൊടുത്തൂടെ. ഇപ്പം ഈ ഗോവിന്ദ മാഷ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് വന്ന വാർത്ത ഇതാണ്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പറയുന്നു തളിപ്പറമ്പിൽ ഒരു സ്ത്രീ വേണമെന്ന്. തളിപ്പറമ്പിൽ ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഏത് സ്ത്രീ എന്ന് ചോദിക്കുമ്പോഴാണ്, അപ്പോൾ സുകന്യാണോ ശൈലജ ടീച്ചറാണോ? അല്ലല്ല, അത് എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന രൂപത്തിൽ ആ സാധനം വരികയാണ്. ഇത്രയും അപഹാസ്യമാവുകയല്ലേ ഇതൊക്കെ. ഇത് ചെയ്യാമോ പാർട്ടി? അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് ഒരു സംഘടനയില്ല. അല്ല, പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ CR അല്പം കൂടി വ്യത്യസ്തമായ ഒരു സാഹചര്യം കൂടി ഇല്ലേ? ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക നടപടി മുൻപ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ, അത് നമുക്കറിയാവുന്നതല്ലേ. മാത്രമല്ല ഇപ്പോൾ സലാമിന്റെ തെരഞ്ഞെടുപ്പ് കാര്യത്തിലടക്കം പാർട്ടിക്ക് ഗുണമല്ലാത്ത നിലയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് പാർട്ടി തന്നെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കമ്മിറ്റി കണ്ടെത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്ത് പരിഗണന നൽകണം എന്നൊരു സ്റ്റാൻഡ് പാർട്ടിക്കും ഉണ്ടായിക്കൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ പാർട്ടി അത് പറയണം. പാർട്ടി ഇദ്ദേഹത്തിന് പ്രാഥമിക മെമ്പർഷിപ്പിൽ തന്നെ പുറത്താക്കണം. ഇദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചിലെ മെമ്പറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടി നേരിടാത്ത ആളുകൾ ആരാ ഉള്ളത്? പിണറായി വിജയനും VS അച്യുതാനന്ദനും സഖാവ് EMS അടക്കം ആ നടപടി നേരിട്ടുള്ളവരല്ലേ. പല ഘട്ടത്തിൽ നടപടി നേരിട്ടവരെയൊക്കെ പുറത്താക്കുമോ? അതാ നേരത്തെ സുരേഷ് ചോദിച്ചേ. 11 വർഷമായി ഞാൻ ഈ അതുപോലെ സുധാകരൻ വരെ, സുരേഷ് മുതൽ സുധാകരൻ വരെ അവർ ചോദിച്ചത് എത്ര കാലമായി ഇവരോട് പറയുന്നു, എത്ര കാലമായി ഇവരോട് ആവശ്യപ്പെടുന്നു, ഇതിൽ മറുപടി കൊടുക്കൂ. പോളിറ്റ് ബ്യൂറോയ്ക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക്, സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവർക്കൊക്കെ ഒരു കത്ത് കൊടുത്താൽ ഒരു മറുപടി കൊടുക്കണ്ടേ? ഇതാണ് പ്രശ്നം. എന്നൊരു മറുപടി കൊടുക്കണ്ടേ? സുധാകര സഖാവ് പറഞ്ഞല്ലോ, ഞാൻ ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ എൻ്റെ കാലൊടിഞ്ഞുകൊണ്ട് മാത്രമേ പങ്കെടുക്കാതിരുന്നുള്ളൂ. പക്ഷേ ആ ബ്രാഞ്ചിൽ എന്ത് നടക്കുന്നു, ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചിൽ എന്തു നടക്കുന്നു എന്ന് ജില്ലാ സെക്രട്ടറി ഒരു പ്രാവശ്യം പോലും അന്വേഷിച്ചിട്ടില്ല. അപ്പം ഇത് അങ്ങനെ നടപടി എടുത്താൽ ആളെ പുറത്താക്കിയോളൂ. ഇപ്പം പാർട്ടി അത് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്ക് കൊള്ളാത്ത ആളാണ് സഖാവ് സുധാകരൻ, ഇദ്ദേഹത്തിനെ ഞങ്ങൾ പുറത്താക്കുകയാണ്. അത് പറയുകയാണെങ്കിൽ അത് മര്യാദയാണ്. ഇപ്പം MP രാഘവനെ പുറത്താക്കിയിട്ടുണ്ട്, മറ്റേ ഗൗരിയമ്മയെ പുറത്താക്കിയിട്ടുണ്ട്, ചാത്തുണ്ണി മാസ്റ്ററെ പുറത്താക്കിയിട്ടുണ്ട്, പാർട്ടി ഒക്കെ ഉണ്ട്. അതുപോലെ പറയട്ടെ, സുധാകരനെ ഞങ്ങൾ പുറത്താക്കുകയാണ്. പക്ഷെ സുധാകരൻ എന്തുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നത്, ഞാനും മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരാളാണ്, രാജിവെക്കുമെന്നല്ല, മെമ്പർഷിപ്പ് പുതുക്കിയില്ല. മെമ്പർഷിപ്പ് എന്തുകൊണ്ട് പുതുക്കിയില്ല എന്നൊരു ചോദ്യം സുധാകരനെ പോലൊരു സഖാവിനോട് ചോദിച്ചില്ല. എന്താ ചോദിക്കാഞ്ഞത്? ഇവരൊക്കെ പറയണ്ടല്ലോ സുധാകരൻ ഗംഭീരനാണ്, മഹാനാണെന്ന്. അതിന് കാരണമുണ്ട്. അഴിമതിയുടെ ഒരു കറപുരളാത്ത ഒരാളാണ് സുധാകരനെന്ന് അദ്ദേഹത്തിൻ്റെ ആജന്മ ശത്രുക്കൾ പോലും സമ്മതിക്കുമല്ലോ. ആജന്മ ശത്രുക്കൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോ എന്തോ ആവട്ടെ, ഏത് പാർട്ടിക്കാരാവട്ടെ, ഇന്ന് വരെ സുധാകരനെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇന്നത് പോരാ. ഇന്ന് സുധാകരൻ്റെ ഗ്രേഡ് പോരാ ഈ പാർട്ടിക്ക്. ഈ പാർട്ടിക്ക് വേണ്ട വേറെ ചില ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള ആളുകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഈ പാർട്ടിക്ക് അനുയോജ്യനല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന, ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല, പുതിയ സഖാക്കൾക്ക് ചിലപ്പോൾ അറിയില്ല, ഒരു സഖാവ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞങ്ങളും അവരുടെ കൂടെ ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട്, നമുക്ക് പിന്തുണ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പാലോളി മുഹമ്മദ് കുട്ടിയെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ? ജനാധിപത്യമാണ് ഇപ്പോൾ ഉള്ളത്.
ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യുക, പരസ്പരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. അത് ചെയ്യുക. അത്രയും ജനാധിപത്യമെങ്കിലും ഈ പാർട്ടിയിൽ വേണ്ടേ? ജനാധിപത്യ വ്യവസ്ഥയിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ശരി, ഓക്കെ, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തിപരമായി നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച്, കുടുംബത്തെ അധിക്ഷേപിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അധിക്ഷേപം നേരിട്ടിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷമായി യാതൊരു പ്രലോഭനത്തിനും വഴങ്ങാതെ പാർട്ടിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പ്രലോഭനം എന്ന വാക്ക് ജി സുധാകരൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു പ്രലോഭനം ഉണ്ടാകണമെങ്കിൽ അത് എതിർചേരിയിൽ നിന്നും ആകണം. അത് കോൺഗ്രസിൽ നിന്നും ആയിരുന്നോ? ഇനി അങ്ങോട്ടേക്കാണ് അദ്ദേഹം വരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ജി സുധാകരനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണോ കോൺഗ്രസ്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ ജി സുധാകരനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് പ്രായപരിധിയുടെ പേരിലാണല്ലോ. ഇപ്പോൾ പ്രായം, വാർദ്ധക്യം, ജരാനരകൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രപഞ്ച സത്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ ഇതെന്തുകൊണ്ട് ബാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമില്ലേ? ഇവിടെ ഈ നരകൾ ബാധിക്കാതിരിക്കാൻ, പ്രായം ബാധിക്കാതിരിക്കാൻ, ഇപ്പോഴും നിത്യ യൗവനത്തിൽ തുടരാൻ പിണറായി വിജയൻ എന്ത് വിപ്ലവ രസായനക്കൂട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രശ്നം കേരളീയ പൊതുസമൂഹത്തിൽ മാത്രം നിൽക്കുകയാണെന്നേ. ഈ പറയുന്ന പാർട്ടി മാനദണ്ഡങ്ങൾ പ്രായപരിധിയുടെ ഇതൊന്നും ബാധിക്കാതെ പിണറായി വിജയനെ മനുഷ്യ തുല്യമല്ലാത്ത ദൈവാവതാരമാക്കി നിലനിർത്തുന്ന എന്ത് എന്നുള്ള ചോദ്യം ജി സുധാകരൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പറയാണ്, ഒരു പുഷ്പം മാത്രം ഞാൻ പൂങ്കുലയിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഗാനം മാത്രം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒരു മുറി മാത്രം തുറക്കാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ CPM പാർട്ടി സെക്രട്ടറി പറയാണ് ഒരു നിയോജക മണ്ഡലം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാമെന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന CPM മാറിയിരിക്കുകയാണെന്നേ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ല, കോൺഗ്രസിൽ പോലും, കോൺഗ്രസ് നിങ്ങൾ ബൂർഷ്വാ പാർട്ടി എന്ന് വിളിക്കുന്ന പാർട്ടിയല്ലേ? CPM കോൺഗ്രസിലൊക്കെ നടക്കുമോ? ഒരു KPCC പ്രസിഡന്റ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഒരു നിയോജക മണ്ഡലം റിസർവ് ചെയ്ത് വെച്ചിരിക്കല്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടോ കേരളത്തില്? ഇപ്പോൾ ഒരു മണ്ഡലം പറഞ്ഞാൽ അവിടെ എത്ര എണ്ണം തിരിച്ചു പറയാൻ സാധിക്കും അനൂപ്? ഇപ്പൊ ഉമാ തോമസ് അടക്കം അങ്ങനെ എത്ര പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യതയാണ് കോൺഗ്രസ്? കോൺഗ്രസിനെ കുറിച്ച് എല്ലാ കാലത്തും CPM അടക്കമുള്ള ഉന്നയിക്കുന്ന ആക്ഷേപം ഞങ്ങളുടേതൊരു ബൂർഷ്വാ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഉന്നയിക്കുന്ന ആക്ഷേപം ഒരു തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന CPM എടുത്ത് അണിയാണ്. അതിലൊരു പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ MV ഗോവിന്ദന്റെ ഭാര്യ എന്നത് മാത്രം, അങ്ങനെ ഒരു ടാഗ് മാത്രം അവർക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അനൂപ്. അത് പൊതുവിൽ ഈ സമൂഹത്തിനുള്ള ഒരു പുരുഷാധിപത്യ മനോഭാവത്തിന്റെ കാഴ്ചയുടെ ചിന്തയുടെ പ്രശ്നമാണ്. അതല്ലാത്തൊരു ഐഡന്റിറ്റി, സ്വന്തമായുള്ള സ്ത്രീയാണ് അവർ പാർട്ടിയിലൂടെ വളർന്നു വന്നവരാണ്. എന്താണ് അത് പരിഗണിക്കാത്തത്? MV ഗോവിന്ദന്റെ ഭാര്യയായി എന്നതുകൊണ്ട് അവരുടെ സംഘടനാ പാരമ്പര്യം മാറ്റി നിർത്തപ്പെടേണ്ടതാണോ? ഒരു കുഴപ്പമില്ലാന്നേ. ഈ പറയുന്ന ഇവര് ശൈലജ ടീച്ചർ എന്താ സ്ത്രീയല്ലേ? ഈ പറയുന്ന ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. തളിപ്പറമ്പിൽ ശൈലജ ടീച്ചർ വേണ്ട, മട്ടന്നൂർ വേണ്ട എന്ന് പറയുമ്പോഴും, പേരാവൂർ പോയി മത്സരിക്കണം എന്ന് പറയുമ്പോഴും, തളിപ്പറമ്പിൽ ഈ പറയുന്ന മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായ ടീച്ചർ വേണമെന്ന് പറയുമ്പോഴും ഒരു ടീച്ചർ മത്സരിപ്പിക്കുന്നതിനും ഒരു ടീച്ചറെ മത്സരിപ്പിക്കാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ടെന്ന് ആർക്കറിയാത്തത്? ഇതിനെ നിങ്ങൾ വളരെ യാന്ത്രികമായി ഈ പറയുന്ന പുരുഷ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് സമീകരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണോ? അല്ല, ഞാൻ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു സ്ത്രീ അല്ല അവർ എന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഉദാഹരണങ്ങൾ കോൺഗ്രസിലാണ് എന്നത് അനൂപിനെ ഞാൻ സാന്ദർഭികവശാൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അല്ല, അതിനൊക്കെ കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ CPM പറയുന്നത് എന്താ? MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിന്തുടർച്ചാവകാശമായി ഇവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ ഇന്നലെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾ തന്നെ ശരിവെക്കല്ലേ? ഇവിടെ ഞങ്ങളൊരു വ്യത്യസ്തമായ പാർട്ടിയാണെന്നും ഞങ്ങളൊരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും പറയുന്ന ആളുകൾ, ഒരു CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയിൽ ഇരിക്കുമ്പോൾ ഒരു സീറ്റ് അങ്ങ് റിസർവ് ചെയ്ത് വെക്കുകയാണെന്നേ. അത് മാത്രമല്ല, നിങ്ങൾ അതൊരു വാദത്തിന് വേണ്ടി അതൊക്കെ മാറ്റി നിർത്തിക്കോ. ഞാൻ പറഞ്ഞ പ്രായപരിധിയുടെ പ്രശ്നം, ഈ പ്രായം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാര്യത്തിൽ എന്താണ് നിശ്ചലമാകുന്നത്? ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ മാർക്കണ്ഡേയനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നും 16 വയസ്സാണെന്ന്. അദ്ദേഹത്തിന് കിട്ടിയ വരമാണ്. അതുപോലെ ചവന മഹർഷി ചവനപ്രാശം കഴിച്ച് നിത്യയൗവനം നിലനിർത്തിയിട്ടുണ്ടെന്നാ. മാർക്കണ്ഡേയനോ ചവന മഹർഷിയോ ആണോ പിണറായി വിജയൻ? പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ പ്രായം ബാധിക്കാത്തത്? ഈ പറയുന്ന ജി സുധാകരനെ ബാധിക്കുന്ന പ്രായം, MM മണിയെ ബാധിക്കുന്ന പ്രായം,
പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ബാധിക്കാതെ പോയി എന്നുള്ളത് ഒരു നിസ്സാര പ്രശ്നമായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ ഇതിനൊക്കെ അപവാദമായി, ഇതൊന്നും പ്രായത്തിന്റെ ജരാനരയുടെ വാർദ്ധക്യമൊന്നും ഏശാത്ത ആളായി. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായൊരു പ്രശ്നമാണെന്നേ ജി സുധാകരൻ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ ഈ എം മണിയുടെ പ്രസ്താവന വന്നുല്ലോ. ഷുഗർ ഇല്ലാത്ത ആളുകൾ ആരാ? ഇത്തിരി രോഗങ്ങളില്ലാത്ത ആളുകൾ ആരാ? ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ടെന്നാ. പക്ഷെ പിണറായി വിജയൻ ഈ രോഗങ്ങൾക്കൊന്നും അതീതനായി ഇതൊന്നും ബാധിക്കാത്ത ആരോഗ്യ ദൃഢകാർത്തനായ ഒരാളാണെന്നും ബാക്കിയുള്ള ആളുകളൊക്കെ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളാണെന്നും പറയുമ്പോൾ ഇത് ആളുകൾ മനസ്സിലാക്കല്ലേ? ചില ആളുകൾക്ക് വേണ്ടി ഈ പാർട്ടി എന്ന നിലയിലേക്ക് ഇത് മാറിയെന്നേ. അപ്പൊ പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി, അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് കോൺഗ്രസ് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രതിരോധിക്കാൻ CPM കഴിയാതെ വരുന്നേ. കോൺഗ്രസ് എന്ന് പറയുന്ന, നിങ്ങൾ ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയൊന്നും അല്ലാത്ത ഈ ഇടതുപക്ഷ ബൂർഷ്വാ പാർട്ടി എന്നൊക്കെ ഈ പറയുന്ന CPM പറയുന്ന കോൺഗ്രസിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രായപരിധി ലംഘിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ള അവസ്ഥ കേരളീയ പൊതുസമൂഹത്തിന്. ഇപ്പോൾ ഒരുപക്ഷെ ജി സുധാകരൻ ഉന്നയിക്കുന്നതിന് സമാനമായ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ കോൺഗ്രസിനോട് ഉന്നയിച്ച ഒരാളായിരുന്നു KV തോമസ് അല്ലേ? ഇപ്പോൾ അന്ന് തോമസ് മാഷിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് കേരളം കണ്ടതാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി എന്തുമാത്രം ആക്ഷേപിച്ചു. അപ്പോൾ KV തോമസിനോട് സ്വീകരിച്ച നിലപാട് തന്നെയാണോ CPIM-നോട് അതേ കലഹത്തിൽ ഇറങ്ങാൻ പോകുന്ന ജി സുധാകരനോട് കോൺഗ്രസിനുള്ളത്? നോക്കൂ, KV തോമസിനോട് സ്വീകരിച്ച നിലപാടെന്നൊക്കെ പറഞ്ഞാൽ താരതമ്യം ചെയ്യാൻ പറ്റൂ. KV തോമസ് ഈ പറയുന്ന സ്വതന്ത്ര ചുമതലയുള്ള ഈ വകുപ്പ്, ക്യാബിനറ്റ് പദവി ഇല്ലെങ്കിൽ പോലും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. ആര്? AK ആന്റണിയെ പോലെ വയലറിവയിൽ പോലുള്ള ആളുകൾ നിൽക്കുമ്പോൾ അത്ര വലിയ പദവി കൊടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എത്ര ഇവിടെ മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ KV തോമസിനോട് കോൺഗ്രസ് എന്തെങ്കിലും നീതികേട് കാണിച്ചു എന്ന് ജി സുധാകരൻ്റെ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ? ഒരു മാനദണ്ഡം നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെന്നേ. ഒരു മാനദണ്ഡം, പ്രായപരിധി ഒരു മാനദണ്ഡമായി മുന്നോട്ട് വെക്കുന്നു. ആ മാനദണ്ഡം എന്ന് പറയുന്നത് MM മണിയെ പോലെ സുദീർഘമായ രാഷ്ട്രീയ അനുഭവമുള്ള ആൾക്ക് ബാധകമാക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ജി സുധാകരന് ബാധകമാക്കപ്പെടുന്നുണ്ട്. പിണറായി വിജയനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താ? ഈ പറയുന്ന ആളുകളൊന്നും രാഷ്ട്രീയമായ ത്യാഗത്തിന്റെ, ഭൂതകാലത്തിന്റെ അനുഭവങ്ങളില്ലാത്ത ആളുകളാണോ? ഇവിടെ ഒരാൾക്ക് വേണ്ടി ഒരു പാർട്ടി, മോദി എങ്ങനെയാണോ BJP-യിൽ എന്ന പോലെ കേരളത്തിനകത്ത് പിണറായി വിജയൻ ഒരു പാർട്ടി ഒരു നേതാവ് എന്ന അവസ്ഥയിലാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. വൺ പാർട്ടി വൺ ലീഡർ, അതാണ് പ്രശ്നം. ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രവും പതാകയും മുദ്രാവാക്യവുമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാറുകയാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയായി ചുരുങ്ങാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ലൂയി 14 പറഞ്ഞ പോലെ ഐ ആം ദ പാർട്ടി എന്ന് പിണറായി വിജയൻ പറയാണെന്ന്. അത് ഞങ്ങൾ പറയുന്നതല്ലല്ലോ. ജി സുധാകരൻ വളരെ പരസ്യമായി ചൂണ്ടിക്കാണിച്ചതും MM മണി രോഗമുള്ളത് എനിക്ക് മാത്രമാണെന്ന് ചോദിക്കുന്നതും ഇത് കൃത്യമായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ചോദിക്കുന്നു, രണ്ടുപേർ ചോദിക്കുമ്പോൾ ഇത് ചോദിക്കാത്ത, ഈ ചോദ്യം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ടെന്നേ ഈ പാർട്ടിയിൽ. അത് പ്രതിഫലിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് പ്രിജി, നോക്കൂ, CPIM എന്നൊരു സംവിധാനമാകെ 1-2 പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു വിമർശനമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെ ഒന്ന് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന പ്രചാരണം നടക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന ചില ആളുകളെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിന് ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരൊറ്റ പേരിലേക്ക് അത് ചുരുങ്ങുന്നുണ്ട്. അത് KK ശൈലജ എന്ന പേരിലാണ്. അവിടെയാണ് മട്ടന്നൂരിൽ വളരെ സേഫായി നിൽക്കുന്ന ശൈലജ ടീച്ചറെ അവിടെ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നത്. പേരാവൂർ ബാലികേറ മലയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയിക്കണം. പക്ഷേ എന്നിരിക്കൽ പോലും ശൈലജ ടീച്ചറെ വളരെ എളുപ്പത്തിൽ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കേണ്ട, ഭരണം കിട്ടുന്നോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം, പക്ഷേ നിയമസഭയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധി CPIM-ന് ഉണ്ടാകേണ്ടതാണ്. അതിവിടെ ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരുപാട് തമാശകളുണ്ട്. ആ തമാശകൾ കേട്ട് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ CR നീലകണ്ഠനും ഒരുപാട് ചിരിച്ചുപോയി കാണും. കാരണം കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന രീതിയെക്കുറിച്ച് CPM-നെ നിർത്തിക്കൊണ്ട് സ്വയം ഞങ്ങൾ ബൂർഷ്വാ പാർട്ടിയാണ്,
അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പും നടത്താൻ പറ്റും. ഒന്ന് കേരളത്തിന്റെ മാത്രം കോൺഗ്രസിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. കെ കരുണാകരൻ, എന്താ കെ കരുണാകരൻ ചെയ്തത്? കെ കരുണാകരന്റെ മകനെയും മകളെയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? ജി കാർത്തികേയൻ മരിച്ചാൽ അന്ന് വരെ രാഷ്ട്രീയമായി ഒരു കൊടി പോലും പിടിക്കാത്ത, ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്ത മകനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ്? പി സി തോമസ് മരിച്ചാൽ അന്ന് ജോലിക്ക് പോയിരുന്ന ഭാര്യയെ കാത്ത് വീട്ടിന്റെ മുമ്പിൽ ഗേറ്റിൽ അട്ടിപ്പേറ് നടന്ന് അവരുടെ കാല് പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി അന്ന് വരെ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയെ കേരളത്തിന്റെ മുമ്പിൽ MLA ആയി അവതരിപ്പിച്ച പാർട്ടി രാഷ്ട്രീയം അറിയില്ലെന്ന് ഗാന്ധി കുടുംബത്തിലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിലുണ്ടാകുമോ? ഈ തരത്തിൽ മക്കത്തായവും ഭാര്യയും മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടി ഘടകത്തിൽ അവർ പ്രവർത്തിക്കുന്നതിന്റെ ന്യായാന്യായങ്ങൾ ആ പാർട്ടി ഘടകം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്? അല്ലാതെ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു MLA മരിക്കുന്നു, ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുന്നു, അപ്പോ ആദ്യം കോൺഗ്രസ് തിരക്കുന്നത് എന്താ? ഭാര്യ അവൈലബിൾ ആണോ, മക്കൾ അവൈലബിൾ ആണോ എന്ന് തിരക്കുന്ന ഒരു പാർട്ടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവിന്റെ ഭാര്യ, അവരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യായാന്യായങ്ങൾ ആ പാർട്ടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനം നോക്കൂ. ഞാൻ അതിലേക്ക് വരാം, മട്ടന്നൂരിലേക്ക് വരാം. ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ എനിക്കൊരു ഉപചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ നോക്കൂ, അത് ആരാണിത് പരിഗണിക്കുന്നത് എന്നിടത്താണ് പ്രശ്നം. ഇപ്പോൾ തളിപ്പറമ്പിൽ പേരുകൾ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ സുകന്യ പരിഗണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളായിരുന്നു. ഇല്ലെങ്കിൽ ഈ പറയുന്ന ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയാണെങ്കിൽ തളിപ്പറമ്പിൽ പരിഗണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളാണോ? അവിടെയും ഒരു പ്രശ്നമില്ലേ? ആരാണ് ഈ സെലക്ഷൻ നടത്തുന്നത് എന്നതാണ് പ്രശ്നം. അതാണ് താങ്കളും ആദ്യം സൂചിപ്പിച്ച ഒരു നിര മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തേക്ക് CPIM എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചന. ഈ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചതാണെങ്കിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നത് ശരിയാണ് എന്ന് പറയാം. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളിലേക്ക് അല്ലെങ്കിൽ ആരാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് എന്താ പ്രസക്തി? ആദ്യം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ഉപചോദ്യത്തിന്റെയും ഉത്തരമാകും. ഇപ്പോ മട്ടന്നൂരിൽ എന്തുകൊണ്ട് KK ശൈലജ ടീച്ചറിനെ ആലോചിച്ചില്ല? അതേ നാക്കുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഞാൻ എന്തായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയെ ഈ ചർച്ചയിൽ അഭിനന്ദിക്കുന്നു. കാരണം ഇന്നിതേവരെ ഒരു നല്ല വാക്ക് പറയാത്ത MM മണിയെ കുറിച്ച് വളരെയേറെ പ്രശംസകളും പുകഴ്ത്തലുകളും നടത്തിയ കോൺഗ്രസിന്റെ പ്രതിനിധിയെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഇപ്പോഴെങ്കിലും MM മണി എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ MLA ആകേണ്ട ആളാണ്, മന്ത്രിയാകേണ്ട ആളാണെന്നൊരു കോൺഗ്രസുകാരന്റെ നാക്കിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ KK ശൈലജയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും അടുത്തൊരു മുഖ്യമന്ത്രിയാക്കാൻ പോലും യോഗ്യതയുള്ള ആ തരത്തിൽ ഇമേജ് ഉള്ള ഒരാളായി കാണുന്ന ആളാണ് KK ശൈലജ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ KK ശൈലജയെ മട്ടന്നൂർ പോലെ ഏതു തരത്തിലായാലും LDF ജയിക്കുന്ന ഒരു സ്ഥലത്ത് മത്സരിപ്പിക്കുകയാണോ വേണ്ടത്? അല്പമെങ്കിലും KPCCയുടെ പ്രസിഡന്റിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഉശിരാർന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള KK ശൈലജ ടീച്ചറിനെ KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് CPM പരിശോധിച്ചിട്ടുള്ളത്. അതിന്റെ ഘടകങ്ങളാണല്ലോ നിലവിൽ കേരളത്തിലുള്ളത്. നോക്കൂ, ഞാൻ ശൈലജ ടീച്ചറുടെ ഇമേജിനെ ഒട്ടും കുറച്ചു കാണുകയല്ല കേട്ടോ. എനിക്ക് വളരെ ബഹുമാനവും മതിപ്പുമുള്ള ഒരു സ്ത്രീയാണ് അവർ. പക്ഷേ കേരള ജനത എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താനാകും? KPCC പ്രസിഡന്റിനെ വെല്ലുവിളിക്കാനുള്ള യോഗ്യത അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി വിത്തിൻ കോട്ട്സ് അതുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇതേ ആത്മവിശ്വാസം മുൻപ് ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ കാലയളവ് വെച്ച് നോക്കിയാൽ എത്ര ജൂനിയറാണ് ഷാഫി പറമ്പിൽ? എന്ത് സംഭവിച്ചു? ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൂടി ഉണ്ടായാൽ അപ്രസക്തമായി പോകില്ലേ KK ശൈലജ കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അങ്ങനെ അപ്രസക്തമാകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സഖാവ് G സുധാകരൻ 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുള്ള ആളല്ലേ? അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പോലും അദ്ദേഹം അപ്രസക്തനാണോ?
അല്ലല്ലോ. അല്ല, കെ അതുകൊണ്ടായിരിക്കുമല്ലോ കെ പിന്നീട് ശൈലജ മത്സരിപ്പിക്കുന്നത്. ടീച്ചറിനെ അങ്ങനെ ഷുവറായ ഒരു മണ്ഡലത്തിലല്ല, ഈ തരത്തിൽ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലത്ത് വളരെയേറെ വിപ്ലവാത്മകമായ മാറ്റങ്ങളോടുകൂടി മത്സരിപ്പിക്കണം എന്നാണ് അവിടുത്തെ പാർട്ടിയുടെ ഘടകം വിലയിരുത്തിയിട്ടുള്ളതും അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. എന്തുകൊണ്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന്? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നത്? ആ രാഷ്ട്രീയ സാഹചര്യത്തിന് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഞാൻ നമ്മുടെ മുന്നിലുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഞാൻ കെ ശൈലജ ടീച്ചറെ ഒട്ടും കുറച്ചു കാണുകയല്ല. പക്ഷേ KPCC പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ അവർക്കാകുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്. പക്ഷേ നിലവിൽ നമ്മുടെ മുന്നിലുള്ള അനുഭവം ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഒരുപക്ഷെ പകുതി മാത്രമുള്ള ഒരു യുവ നേതാവിനോട് പരാജയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണവർ. അപ്പോൾ അങ്ങനെ ഒരാൾ എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന കോൺഫിഡൻസ് അതിത്തിരി കടന്ന കൈയാണ് പ്രജി. ഒരിക്കലും ഒരു കടന്ന കൈയല്ല. കാരണം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പോലെ എന്താ അങ്ങയെ പോലെ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത് പോലെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണും എന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. കെ ശൈലജ ടീച്ചറിനെ പോലെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. അതിനകത്ത് ജയിച്ചു വരും എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാമെന്നേ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ശൈലജ ടീച്ചർ അപ്രസക്തയായി പോകും എന്ന് നമ്മൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റ എത്രയോ പേർ അപ്രസക്തരായി പോകേണ്ടതായിരുന്നു. അങ്ങനെ അപ്രസക്തരായി പോയിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തകർ? ചില ആളുകൾക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ തിരഞ്ഞെടുപ്പിൽ തോറ്റ ആളുകൾ തന്നെ പിന്നീട് സഖാവ് VS തന്നെ പരിശോധിക്കൂ. സഖാവ് VS കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലയളവിൽ സഖാവ് VS തോറ്റുപോയില്ലേ? പക്ഷെ പിന്നീട് സഖാവ് VS അപ്രസക്തനായോ? സഖാവ് VS ജനങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദമായി കേരളത്തിൽ ഉയർന്നു വന്നില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയില്ലേ? അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി കോൺഗ്രസ് ഉയർത്തുന്ന കാര്യങ്ങളാണ്. MM മണിയെ പ്രശംസിക്കുക. ഇതുവരെ MM മണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് നാളിതുവരെ നല്ലത് പറയാത്ത കോൺഗ്രസുകാർ MM മണിക്ക് സീറ്റ് കൊടുക്കാത്തതിനകത്ത് കണ്ണീർ ഒലിപ്പിക്കില്ല. എന്ത് രസകരമായ ചർച്ചയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം പറയല്ലേ? ആര് പ്രശംസിച്ചു? നിങ്ങൾ ഞാൻ പറയാത്ത കാര്യം എന്താ പറയുന്നത്? എന്ത് മാനദണ്ഡമാണെന്നേ? എന്ത് മാനദണ്ഡമാണെന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിണറായി വിജയൻ ഈ അങ്ങയുടെ ചർച്ചയുടെ ഊഴത്തിൽ അങ്ങ് കൂടുതൽ സമയവും വിനിയോഗിച്ചത് പിണറായി വിജയന്റെ പ്രായത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാനായിരുന്നു. നോക്കൂ, അത് കോൺഗ്രസിന്റെ ബിസിനസ്സിൽപ്പെട്ട വിഷയമല്ല. കേരളത്തിലെ ഇന്ത്യയിലെ CPM-ന്റെ ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് സഖാവ് പിണറായി വിജയന് എക്സംഷൻ കൊടുക്കണം എന്നുള്ളതാണ് ആ ഘടകങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതങ്ങനെ കൊടുക്കും. അതല്ലേ പാർട്ടി. അങ്ങനെ ആളുകൾ ചേരുമ്പോ, നിരവധി ആളുകൾ ചേരുമ്പോ അഭിപ്രായങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു തീരുമാനമല്ലേ ഒരു കമ്മിറ്റിയുടെ തീരുമാനമായി മാറുക? കോൺഗ്രസിൽ അങ്ങനല്ലായിരിക്കാം, പക്ഷെ ഈ പാർട്ടിയിൽ അങ്ങനല്ലേ. പിണറായി വിജയൻ അങ്ങനെ എക്സംഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ചവനപ്രാശം കഴിച്ചിട്ടാണോ എന്നറിയണമെങ്കിൽ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ആന്റണി വരുന്ന സാഹചര്യത്തിൽ കരുണാകരനോട് ചോദിക്കേണ്ട ചോദ്യമാണത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്, അത് ഏത് പശ്ചാത്തലത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്നും അപ്പോ നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു. അന്ന് ചവനപ്രാശം കുറച്ച് കരുണാകരന് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമായിരുന്നു. അന്നുണ്ടായിരുന്ന ചാരവൃത്തി കേസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളും രാഷ്ട്രീയമായ പ്രതികാരങ്ങളും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ പ്രായമാണ് ഇപ്പോഴത്തെ CPM-ന്റെ ഏറ്റവും വലിയ വിഷയം എന്നുള്ള നിലയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് തീർച്ചയായും രാഷ്ട്രീയമായ വെറും ദുഷ്ടലാക്കോടുകൂടി മാത്രമാണ്. ക്രെഡിബിലിറ്റി ഉള്ള ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഫീൽ പൊതുവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ശൈലജ ടീച്ചർ നിയമസഭയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് ഒരു ഷുവർ സീറ്റിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊരു ആലോചന ഉണ്ടാകുന്നത്. അത് എവിടെ നിർത്തിയാലും ജയിക്കുമെന്നുള്ള പാർട്ടിയുടെ വിശ്വാസമാണെങ്കിൽ അങ്ങനെയാകട്ടെ. ഇതാ നോക്കൂ, PK ശ്യാമളയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ PK ശ്യാമളയ്ക്ക് MV ഗോവിന്ദന്റെ ഭാര്യ എന്നതിലപ്പുറം ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് സംശയമുള്ളത് CPI-യുമായി ബന്ധപ്പെട്ട് സൈബറിടങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകൾക്ക് തന്നെയാണ്. അവർ അതിനെ വിമർശിച്ച് ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. അപ്പോൾ സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടിയുടെ ഈ ചോയ്സുകൾ മാറുന്നത് എന്തുകൊണ്ടാണ്?
അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞ ഒരു കാര്യം വളരെ ഒരർത്ഥത്തിൽ ശരിയാണ്. എങ്ങനെയാണ്? പാർട്ടിയുടെ ഒരു കമ്മിറ്റി ബുദ്ധിപൂർവ്വമായി ആലോചിച്ചു. അവരുടെ ഏറ്റവും സൂട്ടബിളായ സ്ഥാനാർത്ഥികളെ പ്രായം നോക്കാതെ, സ്ഥലം നോക്കാതെ, ഏറ്റവും വിന്നബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന അടവും തന്ത്രവും ഒക്കെ പാർട്ടി പ്രയോഗിക്കുന്നു. പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചാൽ അതിനെതിരെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും വിശ്വസിച്ചു വന്നത്. പക്ഷെ ഇപ്പോൾ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് മാറിപ്പോയത്? ഒന്ന്, പാർട്ടിയുടെ അങ്ങനെ അടിയുറച്ച ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിലുള്ള പാർട്ടിയുടെ നയങ്ങളോട്, ഇപ്പോൾ അതിൻ്റെ അടവ് തന്ത്രം ഇതൊക്കെ പറയുമല്ലോ, അതിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അണികൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. അതിന് കാരണം പലതാണ്, അവരുടെ നയവ്യതിയാനവും കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പാർട്ടി നേതാവ് പറഞ്ഞാലും, പാർട്ടി സംഘടന തീരുമാനമാണ് എന്ന് പറഞ്ഞാലും, പമ്പിൻ്റെ കളിയാക്കിയതുപോലെ ഗർഭമില്ല എന്ന് പാർട്ടി പറഞ്ഞാൽ പിന്നെ പ്രസവിച്ചാൽ അത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു അച്ചടക്ക ബോധം ഇന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് ജനാധിപത്യത്തിലാണ് പ്രവർത്തിക്കുന്നത്, രണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ, അത് സോഷ്യൽ മീഡിയ ആയാലും പ്രിൻ്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോലും അതിൻ്റെ വാർത്തകൾ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അങ്ങനത്തെ ഒരു ഇരുമ്പ് മറ പോലെയുള്ള ഒരു പാർട്ടിയൊന്നും അല്ല അത്. ഒന്ന്. രണ്ട്, അങ്ങനെ ആവുമ്പോൾ ഈ പാർട്ടി എടുത്താൽ അത് നാളേക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന അണികളുടെ എണ്ണം ഇന്ന് ഏതാണ്ട് വളരെ 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 കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മുമ്പങ്ങനെയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷമാണ് LDF കിട്ടിയത്. അവിടെ വലിയൊരു ഭൂരിപക്ഷം, വലിയൊരു തരത്തിൽ വോട്ട് ഷിഫ്റ്റ് വരുന്നു. എന്തുകൊണ്ടാണ്? മുമ്പാടെ അങ്ങനെ വരില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രൂപത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പാർട്ടി സഖാക്കൾ മാറിയൊന്നും വോട്ട് ചെയ്യില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ അതിൽ തന്നെ വോട്ട് ചെയ്യും പാർട്ടി വോട്ടർമാർ. അതില്ല. കാരണം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേറെ തരം. കാരണം അതൊരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ചിലപ്പോൾ ചില പ്രാദേശികമുണ്ടാവും. അവിടെയാണ് ആ സംശയം ആളുകൾക്ക് വരുന്നത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തെ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. മുമ്പ് അങ്ങനെ ചോദ്യം ചെയ്യാറില്ല. അങ്ങനെ ചോദ്യം ചെയ്ത അയാളെ പുറത്താക്കും. ഇപ്പം അങ്ങനെയല്ല. നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഓരോ ഇടത്തും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും ശക്തിദുർഗമായ കണ്ണൂർ ജില്ലയിൽ പാർട്ടി സൈബർ ഇടങ്ങൾ തന്നെ വളരെ കൃത്യമായി, ഇപ്പോൾ പ്രജി പറഞ്ഞതുപോലെ സൈബർ ഇടങ്ങൾ തോന്നിയ മാതിരി ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ തോന്നിയ മാതിരി ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ശൈലജ ടീച്ചർ മത്സരിച്ച വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ എടുക്കുക. കാഫിർ എന്നൊരു സ്ക്രീൻഷോട്ട് വന്നു. കാഫിർ എന്നൊരു സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു എന്ന് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവിടുത്തെ പാർട്ടി അന്വേഷിച്ചിട്ടോ പോലീസ് അന്വേഷിച്ചിട്ടോ കണ്ടെത്തിയിട്ടില്ല. എനിക്കറിയില്ല കണ്ടെത്തിയോ, അതോ കണ്ടെത്തി പറയാൻ പറ്റാത്ത സ്ഥലത്തു നിന്നാണോ വന്നതെന്നുള്ളതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്തുകൊണ്ടാണ് അത് വന്നത്? അങ്ങനെ ഒരു ഷോട്ട് വന്നത് പാർട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്, അത് ഉറപ്പാണ്. CPMൻ്റെ ഭാഗത്ത് വന്ന സ്ക്രീൻഷോട്ടാണ് അത്. അങ്ങനെ ഒരു സാധനം വരാമോ? അതേ ഞാൻ നേരത്തെ സൗ കൊടിയേരിയുടെ കാര്യം പറഞ്ഞു. സൗ കൊടിയേരി ഒരിക്കൽ പറഞ്ഞു, ഈ സൈബർ സഖാക്കൾ ഈ പാർട്ടി ഇല്ലാണ്ടാക്കും. അത് കാരണം വെച്ചാൽ അവരെ നിയന്ത്രിക്കാനൊന്നും പാർട്ടിയെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പാർട്ടിക്ക് മുമ്പ് തങ്ങളുടെ അണികളിൽ ഇപ്പോൾ രാവിലെ ദേശാഭിമാനി പത്രത്തിൽ EMS ഒരു ലേഖനം എഴുതിയാൽ അത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും ഉണ്ടായിരുന്ന ഒരു നാട്ടിലിപ്പോൾ ഒരു ലേഖനം, ദേശാഭിമാനി ലേഖനമൊന്നും വേണ്ട, അതിനൊക്കെ മുമ്പ് തന്നെ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, ശരി കിട്ടും, തെറ്റ് കിട്ടും, നുണ കിട്ടും, നേര് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അതൊരു കൺഫ്യൂഷനുണ്ട്. മാത്രമല്ല ഇതങ്ങനെയല്ല, പാർട്ടി പറയുന്നത് അല്ല ശരി എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾ ധാരാളമുണ്ട്. ഇപ്പോൾ സഖാവ് പ്രജി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു നോക്കൂ, വസീഫിനെ പോലെ ഒരാൾ, വസീഫ് ആരാ? DYFIയുടെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹം ചെയ്ത് ശരിയല്ല എന്ന് പ്രജിക്ക് ഇവിടെ ഇരുന്ന് പറയേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ്? മുമ്പാണ് ഈ പാർട്ടിയിൽ അങ്ങനെ പറയുമോ? പറയില്ല. ഇപ്പോൾ പ്രജിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, പണ്ടാണെങ്കിൽ പ്രജിയുടെ പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് തീർന്നു, ഇന്ന് ഇവിടെ വെച്ച് തീർന്നു. ഇപ്പോൾ ചെയ്യില്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ വിമതശല്യം നടക്കുന്നു. അതിൽ കുറേ ആളുകൾ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട ആളുകളെയൊക്കെ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത് വല്ലപ്പോഴേറ്റ്. എന്താ അങ്ങനെ പണ്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആളെ തിരിച്ചു. കോൺഗ്രസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ അങ്ങോട്ട് പോകും. ഇപ്പോൾ AV ഗോപിനാഥിനോട് കാണിച്ച കോൺഗ്രസ് വിമതനായ AV ഗോപിനാഥിനെ മുഖ്യമന്ത്രി പാലക്കാട്ട് വിളിച്ച് ചർച്ച ചെയ്തു. എന്നിട്ട് അയാൾക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്ഥാനം കൊടുക്കാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര കരുണയെങ്കിലും ഇവരോട് കാണിച്ചോ? സുധാകരനെ പോലുള്ളവർ കാണിച്ചില്ല. എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പാർട്ടി അണികൾ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
100% പാർട്ടി സംഘടനാ തീരുമാനം ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാലത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി കൂടുതൽ സൂക്ഷ്മതയുണ്ടാവണം. അവിടെയാണ് പ്രശ്നം. ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിനെ നമ്മൾ വിമർശിക്കാം, ഒരു സംശയവുമില്ല. ഞാൻ കുടുംബാധിപത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നു, കോൺഗ്രസിന് പറയാൻ അവകാശമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ഒരാൾക്ക് ചോദിക്കാമല്ലോ, അവർക്ക് പറഞ്ഞൂടെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞൂടെ? കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്യാമളയ്ക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്യാമള ഇപ്പം നമുക്ക് പറയാമല്ലേ, പാർട്ടി കമ്മിറ്റി തീരുമാനിച്ച് ശ്യാമളയ്ക്ക് യോഗ്യതയുണ്ട്. പക്ഷേ എൻ സുകന്യയ്ക്കോ ശൈലജ ടീച്ചർക്കോ ശ്യാമളയ്ക്കോ എന്ന് 3 പേരെ നമ്മൾ ഒരു പാർട്ടി അനുഭാവി താരതമ്യം ചെയ്താൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊരു പാർട്ടി അനുഭാവി ആലോചിച്ചാൽ, അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചർ എന്തുകൊണ്ട് പേരാവൂർ പോന്നു? എന്നാൽ PK ശ്യാമള പേരാവൂർ മത്സരിക്കട്ടെ. ശ്യാമള വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ് അല്ലേ, പേരാവൂർ മത്സരിക്കട്ടെ. എന്നിട്ട് ശൈലജ ടീച്ചർ ഉറപ്പുള്ള തളിപ്പറമ്പ് മത്സരിക്കട്ടെ എന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ വാദ എന്ന് പറയാൻ പറ്റില്ല. അത് സാധാരണ ഒരു പാർട്ടി പ്രവർത്തകന്റെ ലോജിക്കാണ്. ഇന്നത് പറയാം, പണ്ടത് പറയാൻ പാടില്ല, ഇന്നത് പറയാം. കുഞ്ഞികൃഷ്ണൻ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾക്ക് പാർട്ടി കൊടുത്ത മറുപടി ശരിയാണെന്ന് പ്രജി കരുതുന്നുണ്ട്, ഞാൻ കരുതുന്നില്ല. സാധാരണ ആളുകൾ വിശ്വസിക്കില്ല അത്. ഇപ്പോൾ VS ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 2011 ബംഗാളിൽ വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ബംഗാളിൽ ആദ്യമായിട്ടാണ് 36 വർഷത്തെ ഭരണം പോകുന്നത്. ആ തോൽവി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു SFI സുഹൃത്തും ബംഗാളിലെ ഒരു പത്രലേഖനുമായ ഒരാളോട് ചോദിച്ചു, എന്തുകൊണ്ട് അവിടെ തോറ്റു? വാട്ട് ഹാപ്പൻഡ് ഇൻ ബംഗാൾ? കേരളത്തിൽ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഒറ്റ മറുപടിയുണ്ട്, അത് മതി. വി ഡോണ്ട് ഹാവ് എ VS ഹിയർ. ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നില്ല. VS ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. VS ചോദ്യം ഉയർത്തും. VSന്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ചോദ്യം ഉയർത്തി നടന്നില്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ കൂട്ടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരാളായിരുന്നു. അത് വേറെ രീതിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അതെന്നെയാണ് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞത്. എന്താ, ജനങ്ങൾ പാർട്ടിയെ തിരുത്തും, ജനങ്ങൾ പാർട്ടിയെ തിരുത്തുന്ന കാലം വരും. ജനങ്ങൾ പാർട്ടിയെ തിരുത്തിയാൽ പാർട്ടി ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അതിന് പ്രശ്നം എന്താ വെച്ചാൽ, ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തി പാർട്ടി തിരിച്ചു വന്ന ഒരു ചരിത്രവും ലോകത്തില്ല. അതാണ് ഇവിടെ ഏറ്റവും പേടിപ്പിക്കുന്നത്. തീർച്ചയായും LDFനെ സംബന്ധിച്ചിടത്തോളം 3ാം തവണയും ഭരണം എന്നത് മാത്രമല്ല സ്വപ്നം, 100-ലധികം സീറ്റ് എന്നതുകൂടിയാണ്. അപ്പോൾ ഉറപ്പുള്ള സീറ്റുകളിൽ, അതായത് പാർട്ടി കോട്ട എന്നൊക്കെ അവർ തന്നെ വിശേഷിപ്പിക്കുന്ന സീറ്റുകളിൽ അവിടെ ആര് നിർത്തിയാലും വിജയിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടാതിരുന്ന സീറ്റുകളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നതായിരിക്കണമല്ലോ ഏതൊരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ആയിക്കൂടെ ശൈലജ ടീച്ചറുടെ പേര് പേരാവൂരിൽ പരിഗണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് പോകാൻ പോകുന്നത്. അല്ല, അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് നേരത്തെ ബഹുമാന്യനായ ഇടതു സഹായാർത്ഥികൻ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടാൻ ശ്രമിച്ചത്, അദ്ദേഹം എന്നെ മിസ്കോട്ട് ചെയ്തു. MM മണിയെക്കുറിച്ച് ഏതാണ്ട് എന്തോ ഞാൻ നല്ലത് പറഞ്ഞു എന്നാ. ഞാൻ നല്ലതല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് MM മണിക്ക് പിണറായി വിജയനെ അപേക്ഷിച്ച് എന്ത് പ്രത്യേകതയാണുള്ളത്? രണ്ടുപേരും അവരവരുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് എന്നത് കൂടാതെ പിണറായി വിജയനോ MM മണിയോ എന്നെ സംബന്ധിച്ച് അനുകരണീയമായ രാഷ്ട്രീയ മാതൃകകളെ അല്ല. രണ്ടുപേരും ക്രിമിനൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. അല്ല പിന്നെ സമയപരിമിതിയുടെ ഒരു കാര്യമാണ്, എനിക്ക് മതിയായ സമയം വേണം. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തു, ആ പാർട്ടിയെക്കുറിച്ച് അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. എന്താണെന്നറിയോ? ഇത് അദ്ദേഹം പറയുന്നത് റഷ്യയിലോ ചൈനയിലോ ആണെങ്കിൽ, അദ്ദേഹം ഈ പറയുന്ന പഴയ സോവിയറ്റ് യൂണിയനിലോ ചൈനയിലോ ആണെങ്കിൽ ശരിയാണ്. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അതിനെതിരെ വിമർശനം ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇവിടെ ജനാധിപത്യത്തിന്റെ സൗകര്യം ഉപയോഗിച്ചിട്ടാണെന്നേ. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണെങ്കിൽ പാർട്ടി മെമ്പറായ ഇദ്ദേഹത്തിന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയും. ഇവിടെ ജനാധിപത്യം ഞാൻ പറയാം. ഇവിടെ പാർട്ടിയെ കുറിച്ച് പാർട്ടി മെമ്പറായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നേ. നിങ്ങൾ അല്ല മിണ്ടാതിരിക്കും മിസ്റ്റർ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന ആളാ. നിങ്ങൾ എന്നെ കുറിച്ച് മിസ്കോട്ട് ചെയ്ത് മിണ്ടാതിരുന്ന ആളാ. നിങ്ങൾ ആ വക അഭ്യാസം ഞാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കുകയല്ലായിരുന്നല്ലോ മിസ്റ്റർ. നിങ്ങൾ ഞാൻ പറയുമ്പോൾ മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ മിസ്റ്റർ. അതുകൊണ്ടാണ് മിസ്റ്റർ ഞാനിപ്പോ അങ്ങോട്ട് നിങ്ങൾ ഇടക്കിടക്ക് മിണ്ടിക്കൊണ്ടിരുന്നതാണ്. അല്ലാതെ നിങ്ങളവിടെ മിണ്ടാതെന്ന് മണിയെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞു അല്ല, MM മണിയെ കുറിച്ച് ഞാനിത് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ലെങ്കിൽ ഇടപെടില്ല. മണിക്ക് സീറ്റ് കൊടുക്കാത്തതിനകത്ത് നിങ്ങൾക്ക്
അത് CPM പരിശോധിച്ചോളും. MM മണിക്ക് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് CPM-ന്റെ ആഭ്യന്തര വിഷയമാണ്. അത് MM മണിയും CPM-ഉം പരിശോധിക്കട്ടെ. ആഭ്യന്തര വിഷയമൊന്നുമല്ല. പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യും. ഇത് ജനാധിപത്യ രാജ്യമാണെന്നേ. നിങ്ങളുടെ വിഷയമാണ് MM മണിക്ക് സീറ്റ് കൊടുക്കാത്തത്. പിന്നെ നിങ്ങളുടെ വിഷയമാണോ MM മണിക്ക് സീറ്റ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ. ഞങ്ങൾ എന്താ വിഷയമല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന ചർച്ച ചെയ്തോളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാൾക്ക് CPM ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നതും കൊടുക്കാത്തതും അത് CPM-ന്റെ വിഷയമാണ്. അത് കോൺഗ്രസിന്റെ വിഷയമല്ല. നിങ്ങൾ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ സാധിക്കാതെ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. അനൂപ, ഞാൻ ചോദിച്ച പോയിന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ വേഗം അത് പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ വളരെ കൃത്യമാണെന്നേ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ CPM എടുക്കുന്ന നിലപാടും ചർച്ച ചെയ്യും, കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ചർച്ച ചെയ്യുന്നേ. ഇവിടെ CPM എടുക്കുന്ന പൊള്ളത്തിന് ചർച്ച ഇദ്ദേഹം പറയുന്നത് CPM-നെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ അംഗീകരിക്കുക? പിണറായി വിജയന് വേണ്ടിയാണ് ഈ പാർട്ടി എന്ന് എല്ലാവരും ചർച്ച ചെയ്യാണെന്നേ. പിണറായി വിജയൻ CPM-നകത്ത് എടുക്കുന്ന പ്രിവിലേജ്, പ്രായപരിധിയുടെ പേരിൽ എന്തിന് പിണറായി വിജയന് മാത്രം പ്രിവിലേജ് എന്ന് പറയുന്നത് ഞങ്ങളല്ലല്ലോ. ഈ സുധാകരൻ അടക്കമുള്ള ആളുകൾ, MM മണിയെ പോലുള്ള ആളുകൾ ഭംഗ്യം തരാണെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യും. ഇദ്ദേഹം വിചാരിച്ച വിഷയം മാത്രം ചർച്ച ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചാൽ അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നടക്കില്ല. ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്തോട്ടെ. അത് CPM വിലയിരുത്തിക്കോളും. അത് ജനങ്ങൾ ചർച്ച ചെയ്തോട്ടെ. കോൺഗ്രസ് അതിനകത്ത് അത്രയും വലിയ തലവേദനയൊന്നും എടുക്കണം. കോൺഗ്രസ് അതിനകത്ത് തലവേദന എടുക്കണ്ട. പിണറായി വിജയനെ നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് കോൺഗ്രസ് എന്തായാലും ജനാധിപത്യത്തിൽ പരമാധികാരി ജനങ്ങൾ തന്നെയാണല്ലോ. അവർ തന്നെ ചർച്ച ചെയ്യട്ടെ, അവർ തന്നെ തീരുമാനിക്കട്ടെ. അതിനി അധിക കാത്തിരിപ്പുമില്ല. എന്തായാലും വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രജി, CR നീലകണ്ഠൻ, VR അനൂപ എൻകൗണ്ടറിൽ സഹകരിച്ചതിന്. എൻകൗണ്ടർ പൂർണ്ണമാകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.